ഹലോ ഗായ്സ്, എവിടെ പോവാ? ഇന്ന് എന്തു മോന്റെ ഡാൻസ് ആണോ? വേണ്ട, ഞങ്ങളുടെ ഡാൻസിന്റെ കോസ്റ്റ്യൂം ഒക്കെ ആണത്. അടിപൊളി. അയ്യോ, ഇപ്പൊ ഡാൻസ് കാണണേന്ന് പറ. ഉറക്കം പറ. ആ വാ. ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്. എന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. മോന്റെ ഫസ്റ്റ് എന്താ പറയുക സ്കൂളിലെ പ്രോഗ്രാം ആണ് ഇന്ന്. ആദ്യമായിട്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ ആള് സ്റ്റേജിൽ കയറാൻ പോവാണ്. അറിയാലോ, കൊച്ചു പിള്ളേരല്ലേ, 4 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അത്ര വലിയ ഡാൻസ് അങ്ങനെയൊന്നും അല്ല, എങ്കിലും നമുക്ക് അത് കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റും കാര്യമായിരിക്കുമല്ലോ. നമ്മളങ്ങനെ സ്കൂളിലെത്തി, ആങ്ങളെയും പെങ്ങളും കൈയൊക്കെ പിടിച്ച് രണ്ടുപേരോട് ഇങ്ങനെ നടന്നു പോവാം. എന്നിട്ട് മോനെ നമുക്ക് ഒരു 3 മണിയാവുമ്പോഴത്തേക്ക് അവിടെ സ്കൂളിൽ എത്തിക്കണം എന്നായിരുന്നു പറഞ്ഞത്. അവർക്ക് പ്രോഗ്രാം ടൈം പറഞ്ഞാൽ 4 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ 1 hour മുമ്പെങ്കിലും എത്തിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഒത്തിരി ലേറ്റ് ആയിരുന്നു കേട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനല്ല, അവരുടെ പ്രോഗ്രാം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ സ്റ്റാളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെൽ അറേഞ്ച്ഡ് ആയിട്ട് നല്ല ഒരു എന്താ പറയുക, നല്ല ഇതായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ മോനെ നമുക്ക് ടീച്ചറിൻ്റെ അടുത്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ തന്നെ ടീച്ചർ വന്ന് കൊണ്ടുപോയി സ്റ്റുഡൻസിനെ, അതായത് പ്രോഗ്രാമിനുള്ള പിള്ളേരെല്ലാം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. മോനെയും കൊണ്ടുപോയി. അവർക്ക് ഇതായിരുന്നു അവരുടെ കോസ്റ്റ്യൂം, യെല്ലോ ഡ്രസ്സായിരുന്നു ബോയ്സിന്. എന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് കൊടുത്തതല്ല, നമ്മൾ തന്നെ ഇഷ്ടമുള്ള, അതായത് യെല്ലോ കളറിൽ തീമിൽ ഡ്രസ്സായിരുന്നു. അപ്പോൾ നമ്മളവിടെ എത്തി പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ക്ലിപ്പുകൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റീജിയണൽ ഡയറക്ടർ, ട്രിവാൻഡ്രം റീജിയൻ, സ്കൂൾ അതോറിറ്റീസ്, ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഗുഡ് ആഫ്റ്റർനൂൺ and a warm welcome to Gayatri family. അങ്ങനെ ഒരു 6-7 പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് മീനൂട്ടി വയലന്റ് ആയി, ഭയങ്കര കരച്ചിലും ബഹളവും. അങ്ങനെ പിന്നെ വിനുവേട്ടനെ വിളിപ്പിച്ച് വിനുവേട്ടൻ വന്ന് ഞങ്ങളെ പിന്നെ വീട്ടിലോട്ടങ്ങ് കൊണ്ടുപോയി. ഭയങ്കര ബഹളമായിരുന്നു മീനൂട്ടി. അതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നാളെ ഭയങ്കരമായിട്ട് നല്ല ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പോന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക്, 7 മണിയായിട്ട് മോൻ്റെ പ്രോഗ്രാം തുടങ്ങിയിട്ടില്ലായിരുന്നു, സ്റ്റാർട്ട് ചെയ്തില്ല മോൻ്റെത്. പിന്നെ അങ്ങനെ ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ തിരിച്ച് ഞാനും വിനുവേട്ടനും മീനൂട്ടിയും കൂടി പോയി. അപ്പം പ്രോഗ്രാമും കണ്ട് അവരെയും വിളിച്ചിട്ട് വരാമല്ലോ. അങ്ങനെ അങ്ങനെ ഫൈനലി നമ്മുടെ വെയിറ്റിംഗ് ഓവറായിട്ട് മോൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അവരെല്ലാവരെയും സ്റ്റേജിൽ അറേഞ്ച് ചെയ്ത് റെഡിയാക്കി നിർത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മോൻ്റെ പ്രോഗ്രാം കാണാം.
പിന്നെ രണ്ടുപേർക്കും മിഠായിയൊക്കെ വാങ്ങാൻ വേണ്ടി അവിടുത്തെ സ്റ്റാളിൽ നിന്ന് 2 മിഠായിയൊക്കെ വാങ്ങി രണ്ടുപേരെയും കൈ കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും ഓണായി. ഭയങ്കര ചാട്ടവും കളിയും ബഹളവും ആയിരുന്നു അവിടെ. പ്രോഗ്രാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രോഗ്രാംസ് എല്ലാം അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു. എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു. എല്ലാം എന്താ പറയുക, കുഞ്ഞുമക്കളുടെ ഡാൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് അത്ര ആ ടീച്ചേഴ്സിന്റെ എഫേർട്ടും അവിടുത്തെ പിള്ളേരുടെ ആയാലും എല്ലാം നമുക്ക് കാണാനായിട്ടുണ്ടായിരുന്നു. അടിപൊളി പരിപാടികളായിരുന്നു. എല്ലാം നല്ല സ്റ്റാൻഡേർഡ് പൊള്ളി പരിപാടികളായിരുന്നു. നമുക്ക് ബോറടിക്കുന്നേ ഇല്ലായിരുന്നു. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുമായിരുന്നു. അത്ര നന്നായിട്ടാണ് മക്കളെല്ലാം കളിച്ചത്. അടിപൊളിയായിരുന്നു. എന്താ പറയുന്നത്, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അവിടുന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് കാണാനായിട്ടൊന്നും നിന്നില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി. ഇവർ ബഹളമൊക്കെ തുടങ്ങി, മോന് വിശപ്പൊക്കെ തുടങ്ങി. ഒത്തിരി ഉച്ചയ്ക്ക് പോയതല്ലേ, അപ്പം നമ്മളിങ്ങി പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ടാറ്റ, ബൈ, സീ യു.